നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന രീതി ഒരു നെക്സ്റ്റ് ലെവൽ ആക്കാനായിട്ടുള്ള 4 ആപ്ലിക്കേഷൻസ്. ഒന്നാമത്തത് ക്ലെവർ ടൈപ്പ്. ഈ ക്ലെവർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കീബോർഡ് നിങ്ങളുടെ ഫോണിലെ എല്ലാവരുടെ ഫോണിലും മസ്റ്റായിട്ടും വെച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ കീബോർഡാണ്. ഈ ഒരു കീബോർഡ് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റും, അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റും. എന്നാൽ നിങ്ങളൊരു മെയിൽ അയക്കുവാണ്, ഒരു പ്രൊഫഷണൽ മെയിൽ അയക്കുവാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മെസ്സേജ് അയക്കുവാണ് നിങ്ങളുടെ ബോസിന്. നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് വലിയ നോളജ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ബ്രോക്കൺ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഈ കീബോർഡിൻ്റെ ഏറ്റവും മേളിലായിട്ട് ഒരു എ എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്സ് എല്ലാം ഇത് ഓട്ടോമാറ്റിക്കലി കറക്റ്റാക്കി തരും. ഈ ഗ്രാമർ മിസ്റ്റേക്ക് കറക്റ്റാക്കി മാത്രമല്ല തരുന്നത്, അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടോണിൽ അത് റീറൈറ്റ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലി ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് വളരെ കാഷ്വൽ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കാഷ്വൽ ക്ലിക്ക് ചെയ്യാം. ഫണ്ണി ആയിട്ടാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ ഫണ്ണി ആയിട്ട് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെസ്സേജുകൾ കുറച്ചുകൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്യും ആൻഡ് പ്രൊഫഷണൽ ഫീലും കിട്ടും. അവിടെയും തീർന്നില്ല, അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട്. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഈ ഒരു സിമ്പൽ ഓപ്പൺ എയുടെ സിമ്പലാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്താണോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാരഗ്രാഫുകളും റിസർച്ചുകളും എല്ലാം ChatGPT വഴി നിങ്ങളുടെ കീബോർഡിൻ്റെ അകത്ത് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, അയാൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ എന്തോ ഒരു ടേം യൂസ് ചെയ്തു. ആ ഒരു ടേം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അത് നിങ്ങൾക്ക് അപ്പോൾ ടൈപ്പ് ചെയ്ത് വിടാം. ലൈക്ക് യു ക്യാൻ ബി എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ബീങ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. അതിനകത്ത് ഭയങ്കര യൂസ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ പെയ്ഡാണ്. ഇങ്ങനെ പെയ്ഡായിട്ടുള്ള ആപ്പുകളും ഗെയിമുകളൊക്കെ ചില ദിവസങ്ങൾ ഫ്രീ ആയിട്ട് അവർ കൊടുക്കും. അങ്ങനെയുള്ള ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആപ്പുകളും ഗെയിമുകളും അറിയാനായിട്ട് ആപ്പ് സെയിൽസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് കറൻറ്റ്ലി ഇന്നത്തെ ദിവസം ഓഫർ ഉള്ളതുമായിട്ടുള്ളതും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗെയിമുകളെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. 1000 രൂപയുടെ ഗെയിമുകൾ ആപ്പുകളൊക്കെ 100 രൂപയ്ക്ക് കൊടുത്തെന്ന് വരാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാം. തൊട്ടടുത്തായിട്ട് നൗ ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗെയിമുകളും ആപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും നിങ്ങളൊന്ന് കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് കുറച്ചൊന്ന് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഗെയിമുകളും കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്പോ ഗെയിമോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഗെയിം ഉണ്ടല്ലോ അത് ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഒരു ദിവസം ഇത് ഫ്രീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് പല ആപ്ലിക്കേഷൻസ് കാണും അല്ലേ. ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് പല റിസോഴ്സസും ഓരോ ട്രാക്കേഴ്സ് ആയിരിക്കും. ഈ ട്രാക്കേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഫർമേഷൻസ് പല പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറേ ഇൻഫർമേഷൻസ് ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെയുള്ള പല പ്രക്രിയകൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം തടയാനായിട്ട് നിങ്ങൾക്ക് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതൊന്ന് ടേൺ ഓൺ ആക്കി ഇട്ടാൽ മതി. നിങ്ങൾക്കിപ്പോൾ കാണാം ഇന്നത്തെ ദിവസം 1555 ട്രാക്കേഴ്സിനാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ആപ്പ്. ആൻഡ് ഇതിൻ്റെ പ്രീമിയം വേർഷൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്പിൻ്റെ അകത്തുനിന്നാണ് ഈ ട്രാക്കേഴ്സ് പോയിട്ടുള്ളത് എന്നുള്ളതും അറിയാൻ പറ്റും. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഇത് ജസ്റ്റ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫ് ആയിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാമെന്ന് മാത്രം. ഫൈനലി നമ്മുടെ ChatGPTക്ക് ഒരു ഒഫീഷ്യൽ ആപ്പ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നുമല്ല, ChatGPTയുടെ ഓപ്പൺ AI റിലീസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇട്ടിരിക്കുക. എന്താണ് ChatGPT എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഈസി ആയിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ടോ ക്രോമിൽ പോയിട്ടോ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോഴും കണ്ടു, ഇന്നലെയും കൂടി കണ്ടതേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ക്രോം വഴി ChatGPT യൂസ് ചെയ്യുന്നു. ഇനി ക്രോമിലൊന്നുമല്ല, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്പെല്ലാം ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ലവ് യു.